എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രത്യേക കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. കുറേ കാലം UAE പ്രവാസിയായിരുന്നതിനാൽ UAE ഏത് സംഭവ വികാസങ്ങളും അറിയാൻ എനിക്ക് പ്രത്യേക താല്പര്യമാണ്. ധാരാളം ലോക റെക്കോർഡുകളുടെ സ്ഥലമാണല്ലോ UAE. ഇതാ വേറൊരു ലോക റെക്കോർഡ് കൂടി സ്ഥാപിച്ചുകൊണ്ട് ഇന്നൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ദുബായ് മെട്രോയുടെ സ്വപ്ന പദ്ധതിയായ ബ്ലൂ ലൈൻ പദ്ധതിക്ക് ഇന്ന് നാന്ദി കുറിച്ചു. ആദ്യ സ്റ്റേഷന് തറക്കല്ലിട്ടത് പ്രധാനമന്ത്രിയും UAE ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദാണ്. എമിറേറ്റ്സിലെ ഗതാഗത മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്നതാണ് ഈ ബ്ലൂ ലൈൻ മെട്രോ പദ്ധതി. ദുബായിയുടെ മറ്റൊരു ലാൻഡ്മാർക്ക് ഐക്കണായി ഈ പുതിയ സ്റ്റേഷൻ മാറുമെന്ന് ശിലാസ്ഥാപനം വഹിച്ച വിവരം പങ്കുവച്ച് ഷെയ്ഖ് മുഹമ്മദ് എക്സിൽ കുറിച്ചു. ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മെട്രോ സ്റ്റേഷനാകും ഇത്. 74 മീറ്റർ ഉയരത്തിൽ MR പ്രോപ്പർട്ടീസാണ് ഈ സ്റ്റേഷൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 5600 കോടി ദിർഹമാണ് ബ്ലൂ ലൈനിൻ്റെ ആകെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. 30 കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ പാതയ്ക്കുണ്ടാകുക. ഇതോടെ ദുബായിയുടെ റെയിൽ ശൃംഖലയുടെ ആകെ നീളം 131 കിലോമീറ്റർ ആവും. സ്റ്റേഷനുകൾ 78 വർദ്ധിക്കും. ആകെ 14 സ്റ്റേഷനുകളാണ് ബ്ലൂ ലൈനിൽ ഉണ്ടാവുക. ഗ്രീൻ ലൈനിലെ ക്രീക്ക് സ്റ്റേഷൻ, റെഡ് ലൈനിലെ സെൻറ്റർ പോയിൻറ്റ് സ്റ്റേഷൻ, ദുബായ് ഇൻ്റർനാഷണൽ സിറ്റി സ്റ്റേഷൻ 1 എന്നിവ ഇൻ്റർചേഞ്ച് പോയിൻറ്റുകളായിരിക്കും. ദുബായ് ക്രീക്കിന് മുകളിൽ 1.3 കിലോമീറ്റർ നീളമുള്ള ആർച്ച് ബ്രിഡ്ജും നിർമ്മിക്കും. 28 ട്രെയിനുകളാണ് പാതയിൽ സർവീസ് നടത്തുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം, മിർദീഫ് അൽ വർഖ ഇൻ്റർനാഷണൽ സിറ്റി 1-2, ദുബായ് സിലിക്കൺ ഒയാസിസ്, അക്കാഡമിക് സിറ്റി, റാസൽ ഖോർ ഇൻഡസ്ട്രിയൽ ഏരിയ, ദുബായ് ക്രീക്ക് ഹാർബർ, ദുബായ് ഫെസ്റ്റിവൽ സിറ്റി എന്നീ 9 പ്രധാന പ്രദേശങ്ങളെ ബ്ലൂ ലൈൻ നേരിട്ട് ബന്ധിപ്പിക്കും. 2030 2 ലക്ഷത്തോളം യാത്രക്കാരെ ഈ പാതയിലൂടെ കൊണ്ടുപോകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2040 ആകുമ്പോഴേക്കും 3,20,000 ഉയർത്തും. 2 ദിശയിലേക്കും മണിക്കൂറിൽ 46,000 യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന രീതിയിലാണ് ക്രമീകരിക്കുന്നത്. നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ ഈ മേഖലയിലെ ഗതാഗത നിരക്ക് 20% കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. 74 മീറ്റർ ഉയരത്തിൽ ഈ സ്റ്റേഷൻ പണിതുയരുമ്പോൾ സൗന്ദര്യത്തിലായാലും ഉപയോഗത്തിലായാലും ഇത് വേറിട്ടതായിരിക്കും. സ്വർണ്ണ സിലിണ്ടർ മാതൃകയിൽ ഒരുക്കിയ സ്റ്റേഷൻ്റെ രൂപകൽപ്പന തയ്യാറാക്കിയത് അമേരിക്കൻ ആർക്കിടെക്ചർ സ്ഥാപനം സ്കിഡ്മോർ, ഓർവിങ്സ് ആൻഡ് മെറിൽ ആണ്. ഇവർ തയ്യാറാക്കിയ മറ്റു പ്രധാന കെട്ടിടങ്ങളിൽ ബുർജ് ഖലീഫ, സെസിയേഴ്സ് ടവർ ഷിക്കാഗോ, ഒളിമ്പിക് ടവർ ന്യൂയോർക്ക് എന്നിവയും ഉൾപ്പെടുന്നു. മറ്റു പദ്ധതികളിൽ നിന്നെല്ലാം വേറിട്ടു നിൽക്കുന്ന ഈ സംരംഭം 2029 സെപ്റ്റംബർ 9 ദുബായ് മെട്രോയുടെ 20ാം വാർഷികത്തിൽ യാത്രക്കാർക്ക് തുറന്നുകൊടുക്കും. 2009 സെപ്റ്റംബർ 9 ദുബായ് മെട്രോ യാഥാർത്ഥ്യമായത്. നിലവിൽ റെഡ്, ഗ്രീൻ ലൈനുകളിൽ ട്രെയിനുകൾ സർവീസ് നടത്തുന്നു. രാജ്യത്തിൻ്റെ പുരോഗതിയും നന്മയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഈ ഭരണാധികാരികളിൽ നിന്ന് ഇനിയും ധാരാളം വേൾഡ് റെക്കോർഡുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും പുതിയ വിശേഷങ്ങളും വാർത്തകളുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നവരേക്കും സസ്നേഹം വിട പറയുന്നു. നിങ്ങളുടെ അമ്മു പിയങ്കോങ്ങാട്ടിൽ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട കേട്ടോ.